ചക്ക മുറിച്ചാൽ താമരയാകും തുടങ്ങിയ ഒട്ടേറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതാണ് യഥാർത്ഥ ചക്ക സ്റ്റോറി, അഥവാ റിയൽ ചക്ക സ്റ്റോറി. ഈ കഥ പറയുന്നത് പക്ഷേ ഞാനല്ല. ഈ കഥ പറയുന്നത് കേരളം അറിയുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. സത്യത്തിൽ ഇത് ചക്കവെട്ട് മഹോത്സവമാണ്. ലതികാസ് കിച്ചൺ എന്ന പേരിൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണയിൽ ഉപ്പേരിയും ശർക്കര വരട്ടിയും നുറുക്കുപ്പേരിയും മസാലക്കടലയും പിന്നീട് മിക്സ്ചറും എല്ലാം ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഇലവീഴാപ്പൂഞ്ചിറയ്ക്കടുത്ത് വന്ന് ഇങ്ങനെ നമ്മുടെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട ആളുകളോടൊപ്പം ഇതിനെ ഒരു ഉത്സവമാക്കി മാറ്റാൻ സാധിക്കുമെന്ന്. ശ്രീ ജോൺസൺ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. ഇപ്പോൾ ചക്ക കോട്ടയം നഗരത്തിലൊക്കെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തറവാട്ട് ഏറ്റുമാനൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്നാണ് ഞാൻ മറക്കുന്നത്. ജോൺസൺ എന്നോട് പറഞ്ഞു, ഇവിടെ വന്നാൽ ഇഷ്ടംപോലെ ചക്ക തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ വന്ന് ഇവിടെ വന്ന് നമ്മുടെ സാമിനെ പോലെയുള്ള ആളുകളെ കൊണ്ട് ചക്ക ഇടിയിച്ച് കോട്ടയത്ത് കൊണ്ടുപോയി വറുത്തു. അപ്പോൾ പലതും കൊണ്ടുചെല്ലുമ്പോൾ പഴുത്തതായിരിക്കും, മറക്കാൻ പറ്റില്ല. അവസാനം ഈ വർഷം മുതൽ ഇവിടെ ഇലവീഴാപ്പൂഞ്ചിറയിൽ തന്നെ വന്ന് ഈ വീടിൻ്റെ മുറ്റത്ത് ചക്ക പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഇവിടുത്തെ ആളുകളെ കൂടെ കൂടി ചക്ക വറക്കാനായിട്ട് ശീലിച്ചു. കഴിഞ്ഞ തവണ വന്നപ്പം എൻ്റെ സുഹൃത്ത് ശ്രീമതി സുജാത പ്രശസ്തനായ എഴുത്തുകാരൻ ശ്രീ പി സുരേന്ദ്രൻ്റെ സഹധർമ്മിണിയാണ്. അതുപോലെ തന്നെ പ്രശസ്ത എഴുത്തുകാരിയായ ശ്രീമതി രമ പൂങ്കുന്നം. രമ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നന്നായി എഴുതും, നന്നായി പാട്ട് പാടും. എഴുതിയച്ച് ഒരു ദിവസം ഇലവീഴാപ്പൂഞ്ചിറയിൽ പോകുമ്പം എന്നെ കൂടി വിളിക്കണമെന്ന് പറഞ്ഞാണ് അന്ന് അവർ 2 പേരും വന്നു. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പോരുമെന്ന് അറിഞ്ഞപ്പോൾ ഇന്നലെ വീണ്ടും രമ എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആളുകൾ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. പക്ഷെ നമുക്ക് പലപ്പോഴും അതിന് സാധിക്കില്ല. ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ നല്ല വെളിച്ചെണ്ണയിൽ, ആട്ടിയ വെളിച്ചെണ്ണയിൽ വീട്ടിൽ തന്നെ വാഴ കൃഷിയൊക്കെ ഉള്ളപ്പോൾ നന്നായിട്ട് ഏത്തക്ക വറുത്തത്, നുറുക്കുപ്പേരി, അത് വാങ്ങാൻ നേരത്ത് കറിവേപ്പില ഇട്ട് ചക്കയുടെ സീസണിൽ ചക്ക വറുക്കും. ഇതൊക്കെ കണ്ടു വളർന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഹൃദ്യമായ വീട്ടിലെ ഭക്ഷണം മാത്രം താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. 2018 അമ്മ മരണപ്പെട്ടു. അതിനുശേഷവും അമ്മ കാണിക്കുന്ന പോലെ വീട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഞാൻ. തികച്ചും യാദൃശ്ചികമായിട്ട് വീട്ടിൽ കൂടുതൽ ഉപ്പേരിയൊക്കെ വറുത്ത് വെക്കുമ്പം അതിഥികൾ വന്നാൽ ഞാൻ കൊടുക്കും. ഇതിനിടയ്ക്ക് എപ്പോഴാണ് സമയം കിട്ടുന്ന പൊതുരംഗത്തിനിടയിൽ, പൊതുപ്രവർത്തനത്തിനിടയിൽ എന്ന് ചോദിക്കുമ്പോഴും വളരെ സന്തോഷകരമായി ഞാൻ അത്തരം കാര്യങ്ങൾ ചെയ്യുകയും അതിന് സമയം കണ്ടെത്തുകയും ചെയ്യും. ഒരിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു പറ്റം പ്രൊഫസേഴ്സുമൊക്കെ എന്നെ കാണാൻ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് നുറുക്കുപ്പേര് കൊടുത്തപ്പോൾ പറഞ്ഞു, ചേച്ചി നല്ലതാണല്ലോ, ഇതെന്തുകൊണ്ട് നല്ല ഇതുപോലെ ആട്ടിയ വെളിച്ചെണ്ണയിൽ നമുക്ക് ബിസിനസ് ആക്കിക്കൂടാ. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ നുറുക്കുപ്പേരിയിൽ തുടങ്ങിയത്. ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ അടുത്ത ദിവസം ഉപയോഗിക്കുന്നില്ല. ഫുഡ് ആൻഡ് സേഫ്റ്റി തന്നെ ഏജൻസി വഴി ജൈവ ഡീസൽ ഉണ്ടാക്കാൻ വേണ്ടി ആ എണ്ണ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ അവരുടെ ക്യാനിലേക്ക് ഒഴിക്കുകയാണ്. ആദ്യം 50 രൂപ 1 കിലോയ്ക്ക് തരുമായിരുന്നു. ഇപ്പോൾ 55 രൂപ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പ്രത്യേക നമ്മളായിട്ടൊന്നും ചെയ്യുന്നതുകൊണ്ടല്ല, നല്ല വെളിച്ചെണ്ണയിൽ നന്നായി ഫ്രഷായിട്ടുള്ള എണ്ണയിൽ ഫ്രഷായിട്ടുള്ള സാധനം, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊരു സ്വാദ്. നല്ല മറയൂർ ശർക്കര ഉപയോഗിച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ കടലയൊക്കെ ഇട്ട് മിക്സ്ചർ ഉണ്ടാക്കുന്നു. അപ്പോൾ കണ്ണിമാങ്ങ, മാങ്ങ അച്ചാറുകളെക്കുറിച്ചൊക്കെ ആയി പിന്നത്തെ സംസാരം. മാങ്ങയും നാരങ്ങയും നെല്ലിക്കയും വെളുത്തുള്ളിയും എല്ലാ അച്ചാറുകളും കൊടുത്തപ്പം എൻ്റെ മകൻ
സ്ഥലത്തില്ല, ഫോട്ടോഗ്രാഫറാണ്. അവൻ ഇടയ്ക്ക് വന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അമ്മ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ നോൺ വെജ് അച്ചാറും കൂടെ ഉണ്ടാക്കിയാൽ അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ 32 വർഷമായിട്ട് വെജിറ്റേറിയൻ ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് നോൺ വെജ് അച്ചാറുകളും ഉണ്ടാക്കി തുടങ്ങി. മീനും ചെമ്മീനും അതുപോലെ തന്നെ പിന്നെ അച്ചാറുകളും എല്ലാം നോൺ വെജ് അച്ചാറുകളും ഉണ്ടാക്കി തുടങ്ങി. അത് നല്ല രീതിയിൽ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം കണ്ണിമാങ്ങ ഉണ്ടാക്കാനായിട്ട് അച്ചാറിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വഴിയിൽ വെച്ചിരിക്കുന്നവരോടും കോട്ടയത്തു നിന്നൊക്കെയാണ് വാങ്ങിയത്. പക്ഷേ ഈ ഇലവീഴാപ്പൂഞ്ചിറയിൽ വന്നേ പിന്നെ, പ്രത്യേകിച്ച് മേലുകാവി വന്നേ പിന്നെ, ഇപ്പോൾ ഈ ഇരിക്കുന്ന വീട്ടിൽ മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ ആളുടെ, ജോർജേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, ജോർജേട്ടൻ്റെ വീട് തൊട്ടപ്പുറത്ത്, അവരൊക്കെ ജനിച്ച് വളർന്ന വീടാണ്. പക്ഷെ വരുമ്പോൾ അവരെല്ലാം ഒരു ഉത്സവം പോലെ, ഒരു കൂട്ടായ്മ പോലെ ഇവിടെ എത്തും. അപ്പോൾ ജോർജേട്ടൻ്റെ സഹോദരൻ ശ്രീ മാത്തുക്കുട്ടി പറഞ്ഞു, ഇവിടെ ജോൺസൺ തന്നെ ഏർപ്പാട് ചെയ്ത് ഇവിടെ തന്നെ 2-3 മാവുണ്ട്, മാവ് തന്നെ നമ്മൾ മേടിച്ച് സാമിനെ പോലെയുള്ള ആളുകളെ കൊണ്ട് കയറ്റി ആ ചൊന കളയാതെ ഇവിടെ വെച്ച് തന്നെ ഭരണിക്കകത്ത് ഒടിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. 2-3 ബാച്ച് കണ്ണിമാങ്ങ അച്ചാർ ഇട്ടു. നല്ലതായിട്ട് ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട്. ഇത്രയും ഫ്രഷായിട്ടുള്ള സാധനം തന്നെയല്ല. ഇവിടെയൊക്കെ വന്നിരുന്ന, ഞാൻ ആദ്യം ചക്ക ഇവിടുന്ന് വാങ്ങി ഇവിടുന്ന് എടുത്ത് നാട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ കോട്ടയത്ത് കൊണ്ടുപോയി പറക്കുമ്പോൾ അതിന് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. ഇന്ന് ആ പരിമിതി ഇല്ല. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, മടലും ഒക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ പണ്ട് ഒരു 50 വർഷം മുമ്പ് എൻ്റെ നാട് എങ്ങനെയായിരുന്നോ അതേപോലെയാണ് ഇവിടുത്തെ നാട്ടിൻപുറത്തിൻ്റെ നന്മയുള്ള ആളുകൾ. നമ്മളെ തലവട്ടം കണ്ട ഉടനെ ഓടി വരും, എല്ലാ കാര്യങ്ങളിലും അവർ സഹായിക്കും. ഞങ്ങൾ പാത്രം ഏതെങ്കിലും എടുക്കാൻ വീട്ടിൽ നിന്ന് മറന്നു പോയെങ്കിൽ സ്റ്റവും പാത്രവും എല്ലാ സാധനങ്ങളുമായിട്ട് വളരെ ശ്രദ്ധയിൽ നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്, എണ്ണ ഉൾപ്പെടെ കോട്ടയത്തുനിന്ന് ഞാൻ സ്ഥിരമായി വാങ്ങുന്നിടത്തുനിന്ന് വാങ്ങി കൊണ്ടുവരുമ്പോൾ എല്ലാ കാര്യത്തിനും സഹായിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഞങ്ങൾ തന്നെ ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ച് എടുത്ത് മാത്തുക്കുട്ടി ഇതേ ഉച്ചയ്ക്ക് വെക്കാനുള്ള വഴുതനങ്ങ, അതുപോലെ തന്നെ ഞങ്ങൾ കണ്ണിമാങ്ങ പറിച്ച മാവേലെ മാമ്പഴം വീണത്, ഇവിടെ റെഡ് ലേഡി കപ്പളങ്ങ, ഇതുൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ വായു തന്നെ ശ്വസിക്കുന്നത് വളരെ നല്ലതാണ്. സന്തോഷനിർഭരമായ ഒരു അന്തരീക്ഷമാണ്. വളരെ നല്ല പോസിറ്റീവ് മൈൻഡിൽ നമ്മൾ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കഴിക്കുന്നവർക്കും വലിയ പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടും. ഒരു വലിയ സന്തോഷമാണ്. വെള്ളി കെട്ടിയ കടുക്കനിട്ടൊരു വലിയമ്മാവൻ, തലയിൽ വെള്ളിരോമക്കുടുമ വച്ചൊരു വലിയമ്മാവൻ, വടക്ക് വേലയും പൂരവും കാണാൻ പോയപ്പോ ഒരു വെളുത്ത കുതിരയെ വിലയ്ക്ക് വാങ്ങി വലിയമ്മാവൻ. വെള്ളി കെട്ടിയ കടുക്കനിട്ടൊരു വലിയമ്മാവൻ, തലയിൽ വെള്ളിരോമക്കുടുമ വച്ചൊരു വലിയമ്മാവൻ, വടക്ക് വേലയും പൂരവും കാണാൻ പോയപ്പോ ഒരു വെളുത്ത കുതിരയെ വിലയ്ക്ക് വാങ്ങി വലിയമ്മാവൻ. 6 പെറ്റിട്ടാറും ചത്തൊരു വലിയമ്മായി, ഞങ്ങളെ മാറി മാറി ഉമ്മ വയ്ക്കണ വലിയമ്മായി, ചേല കെട്ടിയ പോത്തുപോലെ കുണുങ്ങി വന്നപ്പോ കണ്ടത് 4 കാലിൽ കൂത്തുപറക്കണ വെള്ളക്കുതിര. വളരെ ചെറിയ പ്രായം മുതൽ പൊതുരംഗത്ത് നിന്നയാളാണ്. പൊതുപ്രവർത്തനം എന്ന് പറയുന്ന ഒരു താങ്ക്ലെസ് ജോബാണ്. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്നൊരു ചെറിയ വീഴ്ച വന്നാൽ അതിനെ ആളുകൾ പർവ്വതീകരിച്ച് കാണാനുള്ള അത് സ്വാഭാവികമാണ്. അതിന് ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞാനിത് തുടങ്ങിയപ്പോൾ തന്നെ ജിജോ ജേക്കബ് ജോൺ എന്ന് പറഞ്ഞ കോട്ടയത്ത് വളരെ പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റുണ്ട്. ജിജോ ചേട്ടൻ അതിന് എൻ്റെ മകൻ ഫോട്ടോഗ്രാഫറാണ്. അവൻ അമ്മയെ മോഡലാക്കി എടുത്ത ആ ഫോട്ടോയുടെ അതേ ഒരു ആംഗിളിൽ എൻ്റെ ഫോട്ടോയും കൂടെ എടുത്ത് ആ രണ്ടും കൂടെ ചേർത്ത് വെച്ചൊരു നല്ല ലോഗോ ഉണ്ടാക്കി. ടേസ്റ്റ് ദ ലെഗസി എന്നൊരു ടാഗ് ലൈനും അതിന് ഞങ്ങളുണ്ടാക്കി. അപ്പം അങ്ങനെ പാരമ്പര്യം രുചിക്കാനായിട്ട്
മലയാളികൾക്ക് ഒരു അവസരമായിട്ട്, ഒരു ചെറിയ സംരംഭമായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ചക്ക വറുത്തത് പ്രീമിയം ടൈപ്പ് നമുക്ക് കിട്ടാത്തതിൻ്റെ കാര്യം എല്ലാവരും ഒരുപക്ഷെ അത്ഭുതപ്പെടുന്നുണ്ടാവും. കായാണെങ്കിൽ 5ഉം 6ഉം കായൊക്കെ വെച്ച് ബൾക്കായിട്ട്, ഇപ്പോൾ എനിക്ക് ഉപ്പേരി ഉണ്ടാക്കി തരാനായിട്ടൊരു സഹായി വരുന്നുണ്ട്, അരുണ്. 5ഉം 6ഉം 7ഉം കായ അതിനുള്ള അരിയാനുള്ള കത്തിയിൽ ഒരേ സമയത്ത് വയ്ക്കും. ഇന്നിപ്പോൾ എത്രയോ മണിക്കൂറുകളായിട്ടും വറക്കാനുള്ള ചക്ക അരിഞ്ഞത് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ഇത്രയൊക്കെ വീതമേ ഉള്ളൂ. വലിയൊരു ജോലിയാണ്. കാരണം എല്ലാ പ്ലാവേലും ചക്ക വറക്കാൻ കൊള്ളുകയില്ല. ഇനി വറക്കാൻ കൊള്ളുന്ന പ്ലാവേലെ 2 തരത്തിലുള്ള ചക്കയായിരിക്കും ചിലപ്പോൾ ഉള്ളത്. ഒരു ചക്ക പൊട്ടിച്ചാൽ മുറിച്ചാൽ അതിൻ്റെ 2 ഭാഗവും 2 വ്യത്യസ്ത തരമായിരിക്കും. അപ്പോൾ ഒരേപോലെ ഇത് നമ്മൾ അളന്ന് തൂക്കിയെന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് അരിഞ്ഞ് കനം വേണ്ട വിധത്തിൽ കൂട്ടിയും കുറച്ചുമൊക്കെ അരിഞ്ഞെങ്കിലേ ഉള്ളൂ ചക്ക നമുക്ക് വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് ഒരുപാട് ചിലവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചക്ക വറുത്തത് ആളുകളിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് നമ്മളൊക്കെ നടത്തുന്നത്. വെള്ളി കെട്ടിയ കടുക്കനിട്ടൊരു വലിയമ്മാവൻ, തലയിൽ വെള്ളിരോമ കുടുമ വച്ചൊരു വലിയമ്മാവൻ, വടക്കു വടക്ക് വേലേം പൂരോ കാണാൻ പോയപ്പോ ഒരു വെളുത്ത കുതിരയെ വിലയ്ക്കു വാങ്ങി വലിയമ്മാവൻ. 6 പെറ്റിട്ടാറും കിട്ടിയ ചെറിയമ്മായി, ഞങ്ങളെ മാറി മാറി ഉമ്മ വയ്ക്കണ ചെറിയമ്മായി.